ഹലോ സ്റ്റുഡൻസ്. അപ്പം ഇന്ന് യൂണിറ്റ് 2 ഓഫ് ദ കമ്പനീസ് ആക്ടിലത്തെ ഇല്ലുസ്ട്രേഷൻ 7 ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത് തരാൻ പോകുന്നത്. അപ്പം കുറേ പേർക്ക് അത് കുറച്ച് ഡൗട്ട് അടിക്കും, പക്ഷെ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നോക്കാം അല്ലേ. അതിനു മുമ്പ് ഒരു കമ്പനിയിൽ ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ അവർ ഓഥറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ വെച്ചിട്ടുണ്ടായിരിക്കും. ഇത്ര ഷെയർ ക്യാപിറ്റലേ കമ്പനിയിൽ പാടുള്ളൂ എന്നുള്ളതാണ് ഓഥറൈസ്ഡ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓഥറൈസിൻ്റെ ഒരു പാർട്ടാണ്, അതിൻ്റെ ഉള്ളിലത്തെ ഒരു പാർട്ട് എടുത്തിട്ടായിരിക്കും അവർ അത് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ ആക്കിയിട്ട് പബ്ലിക്കിന് കൊടുക്കാം. ഓക്കെ, ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. ഇനി പബ്ലിക് അതിൽ നമ്മൾ ഇഷ്യൂ ചെയ്തതിൽ സബ്സ്ക്രൈബ് ചെയ്യും, നമുക്ക് ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യും. യൂട്യൂബ് ചാനലിൽ എൻ്റെ ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യില്ലേ, അതുപോലെ നമ്മളെ കമ്പനീനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർസ്. അപ്പോൾ ആ ഒരു ഇഷ്യൂഡിൻ്റെ ഒരു പാർട്ടായിരിക്കും സബ്സ്ക്രൈബ്ഡ്. ചില സമയത്ത് ഇഷ്യൂ ചെയ്ത ഫുള്ള് ഷെയർസും സബ്സ്ക്രൈബ് ചെയ്യും, ചില സമയത്ത് ഇഷ്യൂ ചെയ്തതിനേക്കാൾ കുറവായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക, ചില സമയത്ത് ഇഷ്യൂ ചെയ്തതിനേലും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇഷ്യൂ ചെയ്തതിനേലും കുറവാണ് സബ്സ്ക്രൈബ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ബാങ്കിലോട്ട് അത് റിസീവ് ചെയ്യില്ലേ, അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്നാണ് അതിന് പറയുക. അപ്പോൾ ആ റിസീവ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ റിസീവ് ചെയ്തത്, ചിലപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്തത് 1,00,000 ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും, പക്ഷേ കിട്ടിയത് 60,000 ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും. അപ്പോൾ ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് റിസീവ് ചെയ്യുന്ന എൻട്രി ആണല്ലോ ഫസ്റ്റത്തെ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ആണെങ്കിൽ ഇക്വിറ്റി, പ്രിഫറൻസ് ആണെങ്കിൽ പ്രിഫറൻസ്, ഷെയർ ആപ്ലിക്കേഷൻ എന്നാണല്ലോ കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് അവിടെ എത്രയാണോ നമുക്ക് കിട്ടിയത് മാത്രമല്ല ബാങ്കിൽ കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തത് മാത്രം കാണിക്കുക. അതാണ് ഈ അണ്ടർ സബ്സ്ക്രിപ്ഷൻ്റെ കേസ്, വേറെ ഒന്നുമില്ല അവിടെ. ഇനി നെക്സ്റ്റ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. ഓവർ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഓവർ ആയിക്കഴിഞ്ഞാൽ ചില കമ്പനികൾ കണ്ണിച്ചോരില്ലാത്തതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ഓവറായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർ മുഴുവനും അങ്ങോട്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കും. അവർ റീഫണ്ട് ചെയ്യും കേട്ടോ, പക്ഷേ അവർ ഒന്നും പരിഗണിക്കാതെ തന്നെ അവർ റീഫണ്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ചില കമ്പനീസ് ഉണ്ട്, ഈ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ തന്നെ ആയിരിക്കുമല്ലേ നമ്മളെ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അവർ കുറച്ച് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളൂ. അതായത് അവരിപ്പം 500 അവർക്ക് അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷേ അവർ അതിന് പകരം 1000 നമ്മളോട് ചോദിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷൻ വരിക. അപ്പോൾ ആ സമയത്ത് അവരിങ്ങനെ 1000 നമ്മളോട് ചോദിച്ചിട്ട് ഇങ്ങനെ ശരിക്കും നമുക്ക് മണി ആദ്യം അയച്ചു തരാണല്ലേ ചെയ്യുക. അപ്പോൾ അങ്ങനെ മണി അയച്ചു തന്നു കഴിഞ്ഞാൽ ഇവർ നമ്മളെ കമ്പനിത്തെ ഷെയർ ഹോൾഡേഴ്സ് അല്ലേ. അപ്പം ഇവരെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് പൈസ വാങ്ങുക. ഒന്ന് ആപ്ലിക്കേഷൻ്റെ രീതിയിൽ അവർ അയക്കും, പിന്നെ കുറച്ച് ഷെയർസ് അവർ അലോട്ട്മെൻറ്റിൻ്റെ ഒപ്പം അയക്കും, ബാക്കി വരുന്നത് അവർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൻ്റെ ഒപ്പം അടയ്ക്കും. അപ്പോൾ അങ്ങനെയാണ് സിസ്റ്റം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചില കമ്പനീസ് വിചാരിക്കും ഇനി അവരെ കൊണ്ട് വീണ്ടും അടുപ്പിക്കണ്ടല്ലോ, ഇതേ ആൾക്കാർ തന്നെയല്ല എക്സസ് ആയിട്ട് കുറച്ച് എമൗണ്ട് അടച്ചിരിക്കണത്. അപ്പോൾ ആ എമൗണ്ടിന് എന്ത് ചെയ്താൽ മതി, അവരിനി അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് അവർ വീണ്ടും പൈസ നമുക്ക് തരേണ്ടി വരില്ലേ. അപ്പോൾ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക, അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അവർ തന്ന പൈസ അലോട്ട്മെൻറ്റിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ പിന്നെ ഇനി അവർ അലോട്ട്മെൻറ്റിലേക്ക് നമുക്ക് പൈസ തരേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ അതിനെയാണ് പ്രൊറാറ്റ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊറാറ്റ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ചില കമ്പനീസ് ഉണ്ട്, അവരാണെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുക. കുറച്ച് റീഫണ്ട് ചെയ്ത് കൊടുക്കും, കുറച്ചിങ്ങനെ അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവരെ നിന്ന് അലോട്ട്മെൻറ്റ് മണി വാങ്ങൂല, അങ്ങനെ ചെയ്യും. ഓക്കെ, കോമ്പിനേഷനും ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ കോമ്പിനേഷനാണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, റീഫണ്ടും ചെയ്യും, കുറച്ച് പ്രൊറാറ്റ ആയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പ്രൊറാറ്റയിൽ കോമ്പിനേഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് നമ്മൾ എന്ത് ചെയ്യും, അപ്ലിക്കേഷനിൽ നിന്ന് എടുത്തിട്ട് എക്സസ് വന്നത് അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി വെൻ ഓൺലി എ പാർട്ട് ഓഫ് ദ ഷെയർസ് അപ്ലൈഡ് ഫോർ ആർ അലോട്ടഡ്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്യും. പാർട്ട് മാത്രം അലോ ചെയ്തിട്ട് ബാക്കി എക്സസ് റീഫണ്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനാണ് കേട്ടോ ഇവിടെ ചെയ്യാൻ പോണത്. ഞാൻ അവിടെ എഴുതിയിരിക്കണമെന്ന് പറഞ്ഞാൽ എക്സസ് റീഫണ്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ എന്തുണ്ട്, നമ്മൾ ആപ്ലിക്കേഷൻ്റെ മണി എക്സസ് വന്നത് അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ആ രണ്ടാമത്തത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇനി ഈ എൻട്രി ആണ്, ഇത് ഇങ്ങനെ കോമ്പിനേഷൻ വരുമ്പോൾ എന്ത് എൻട്രിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്. അപ്പം ഇത് എപ്പോഴാണെന്നറിയോ, നമ്മൾ ഈ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ലേ ഷെയർ ആപ്ലിക്കേഷൻ മണി, ആ സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഈ എമൗണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് എഴുതാം, ടു ഷെയർ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് എഴുതാം, ടു ബാങ്ക് എന്ന് എഴുതാം. ചിലവർക്കൊക്കെ ഇപ്പോൾ കത്തിണ്ടാവും എന്തിനാണ് ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് എഴുതിയത്, എന്തിനാണ് ടു ഷെയർ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് എഴുതിയതെന്ന്.
അപ്പം നമുക്കറിയാലോ പ്രൊറാറ്റ അലോട്ട്മെൻറ്റിൻ്റെ ജേണൽ എൻട്രി എന്തായിരുന്നു, ഇത് തന്നെയായിരുന്നു അല്ലേ, ഷെയർ ആപ്ലിക്കേഷനുള്ളത് നമ്മൾ എടുത്തിട്ട് എന്താ ചെയ്യണത്, നമ്മൾ ഷെയർ അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഷെയർ അലോട്ട്മെൻറ്റിനെയും ഒന്നില്ലെങ്കിൽ നമ്മളത് അലോട്ട്മെൻറ്റ് മണി തരാനുള്ളത് കിട്ടി എന്നുള്ള രീതിയിൽ ഷെയർ അലോട്ട്മെൻറ്റിനെ ക്രെഡിറ്റ് ചെയ്യും. അതായത് ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഷെയർ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്തു എന്നല്ല അർത്ഥം. അതുപോലെ ഇവിടെ ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് റിസീവ് ചെയ്ത പോലെ കാണിക്കണം. ടു ഷെയർ കോൾസ് ഇൻ അഡ്വാൻസ്, ഇനിയിപ്പോൾ അലോട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിലും കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് സ്വീകരിക്കാം നമുക്ക്. ഓക്കെ, ഒന്നില്ലെങ്കിൽ അലോട്ട്മെൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് കോൾ കിട്ടിയ പോലെ നമുക്ക് രേഖപ്പെടുത്താം. ഇപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെ എൻട്രി എഴുതുക, എപ്പോഴും ഷെയർ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലയബിലിറ്റി ആണല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ചെയ്യുകയാണല്ലേ ചെയ്യുക. ഇനി അത് മാത്രമല്ല, നമ്മൾ ബാക്കി റീഫണ്ടും കൂടെ ചെയ്യില്ലേ, ഇത് കോമ്പിനേഷനല്ലേ നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. റീഫണ്ട് ചെയ്യുമ്പോൾ എന്താ, ബാങ്ക് കുറയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ആ ഒരു എൻട്രി ഇല്ലേ, ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ ആപ്ലിക്കേഷൻ, അതിനെ റിവേഴ്സ് അടിക്കുക, അതായത് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കണ്ടോ, ബീയിങ് ആപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റഡ്, അപ്പോൾ ആപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റ് ചെയ്തു. ആൻഡ് ആപ്ലിക്കേഷൻ മണി നമ്മൾ അലോട്ട്മെൻറ്റിലേക്കും കോൾസ് ഇൻ അഡ്വാൻസിലേക്കും അഡ്ജസ്റ്റ് ചെയ്തില്ല, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് എക്സസ് എമൗണ്ട് റീഫണ്ട് ചെയ്തു. എന്നിട്ട് ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എക്സസ് കിട്ടും ഇത്ര, അത് നമ്മൾ എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ടു ബീയിങ് ആപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റഡ് ആൻഡ് എക്സസ് എമൗണ്ട് റീഫണ്ടഡ്. ഇനി നമുക്ക് ഇല്ലുസ്ട്രേഷൻ വായിക്കാം. ഇല്ലുസ്ട്രേഷൻ 7 എന്ന് പറഞ്ഞാൽ JHP Limited is a company with an authorized share capital 10 lakh in equity shares of 10 each ആണ്, of which 6 lakh shares had been issued and fully paid on 30th June 2021. 6 lakh 10 lakh ആണ് ഓതറൈസ്ഡ് ഷെയർ. അപ്പം 10 lakh വരെ ആവാം ക്യാപിറ്റൽ ഇൻ ദാറ്റ് കമ്പനി. അപ്പോൾ അതിൽ 6 lakh ഓൾറെഡി നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തു, അത് നമുക്ക് ഫുള്ളി പെയ്ഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടി 30th ജൂണിന്. ഇനി ദ കമ്പനി പ്രൊപ്പോസ് ടു മേക്ക് എ ഫർദർ ഇഷ്യൂ ഓഫ് 1 lakh ഓഫ് ദീസ് 10 shares at a price of 14 each. So the arrangements for the payment being എന്ന് വെച്ചാലേ 1 lakh ഇക്വിറ്റി ഷെയർസിൻ്റെത് പുതിയത് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം 10 lakh വരെ പോകാമല്ലോ, ബിക്കോസ് കമ്പനീൻ്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ 10 lakh ആണല്ലോ. അപ്പോൾ 1 lakh കൂടി എടുത്താൽ മൊത്തം അപ്പോൾ ഇഷ്യൂ ചെയ്തത് 8 lakh ആവും. അപ്പം ഇഷ്യൂ പ്രൈസ് എന്താണ്, ₹10 ആണ് അല്ലേ. അപ്പം അറ്റ് എ പ്രൈസ് ഓഫ് ആ ₹10 ഉള്ളത് അറ്റ് എ പ്രൈസ് ഓഫ് 14 ഇഷ്യൂ ചെയ്തത്. എക്സസ് ഓഫ് ഇഷ്യൂ പ്രൈസ് എന്ന് വെച്ചാൽ 14 എന്ന് പറഞ്ഞത് എക്സസ് ആയില്ലേ, ഓവർ ദ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ ആയിട്ടുള്ള 10 അല്ലേ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, ആ 4 പ്രീമിയമാണ്, പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ₹10 ആണല്ലോ ഇഷ്യൂ ചെയ്യുന്നത്, ₹10 ആണ് പെർ ഷെയറും ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ 10 എന്നുള്ളത് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് രീതിയിലാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ 2 പെർ ഷെയർ പേബിൾ ഓൺ ആപ്ലിക്കേഷൻ ആണ്. പിന്നെ ഒരു ഡേറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ അലോട്ട്മെൻറ്റ് ടു ബി മെയ്ഡ് ഓൺ 10th ജൂലൈയിൽ. ഫർദർ 5 പെർ ഷെയർ ആണ് ഇൻക്ലൂഡിങ് ദ പ്രീമിയം ടു ബി പേയ്ഡ്. അപ്പം 5 പെർ ഷെയർ ആണ്, അതിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്, ഇത്ര പ്രീമിയമും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ 10 ഫേസ് വാല്യൂ, അപ്പോൾ 14 ഇഷ്യൂ പ്രൈസ് എന്നുണ്ടെങ്കിൽ ആ 4 പ്രീമിയം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും അല്ലേ. അപ്പം ഇവിടെ ഈ 5ൻ്റെ ഉള്ളിൽ ആ 4 ഇൻക്ലൂഡഡ് ആണ്, പ്രീമിയം 4 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ₹1 അലോട്ട്മെൻറ്റിന് ശരിക്കുള്ളത്. ഈ അലോട്ട്മെൻറ്റ് ഡ്യൂ ചെയ്യുന്ന അന്നേ ദിവസം തന്നെയായിരിക്കും ഷെയർ ആപ്ലിക്കേഷനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന, ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക അന്ന് തന്നെ ആയിരിക്കും കേട്ടോ. ആ 2 ഡേറ്റ് സെയിം ആയിരിക്കും. ഡ്യൂ ഓഫ് ദി അലോട്ട്മെൻറ്റ് ആസ് വെൽ ആസ് ട്രാൻസ്ഫർ ഓഫ് ഷെയർ ആപ്ലിക്കേഷൻ മണി വിൽ ബി സെയിം. അപ്പോൾ ഇതിൻ്റെ ഒക്കെ മുമ്പിൽ ഇക്വിറ്റി ആണെങ്കിൽ ഇക്വിറ്റി എന്ന് വെക്കണം. ഇനി സി നോക്കൂ, ദ ഫൈനൽ കോൾ ഫോർ ദ ബാലൻസസ് ടു ബി മെയ്ഡ് ആൻഡ് ദ മണി റിസീവ്ഡ് ബൈ 30th April 2022 മണി റിസീവ്. 14 ഇപ്പോൾ 7 ഓക്കെ ആയി, ഇനി 7 കൂടെ ബാക്കിയുള്ളൂ അല്ലേ ബാലൻസ്, അതാണ് ഈ ഫൈനൽ കോളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ₹7 ആയിരിക്കും ഫൈനൽ കോളിന് ഉള്ളത്. ഈ ക്വസ്റ്റ്യനാണ് മോളെ CA ഫൗണ്ടേഷൻ്റെ ക്വസ്റ്റ്യൻ. കാരണം നമുക്ക് ഇവിടെ പ്രീമിയം വരുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ കോമ്പിനേഷൻ ഓഫ് ദ പ്രൊറാറ്റ ആൻഡ് മറ്റേത് കോമ്പിനേഷൻ ഓഫ് ദ പ്രൊറാറ്റ പ്ലസ് എക്സസിൻ്റെ ആ ഒരു റീഫണ്ട് ചെയ്യുന്നതും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ പറ്റി ബേസ് ചെയ്ത് പറഞ്ഞ സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്ലിക്കൻസ് വർ റിസീവ്ഡ് ഫോർ 355,000 വിച്ച് മീൻസ് 3,55,000 ഷെയർസ് ആൻഡ് അതായത് 1,00,000 രൂപയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ കൊടുത്തത്. പക്ഷേ ശരിക്കും സബ്സ്ക്രൈബ്ഡ് ആയത് എത്രയാണ്, 3,55,000 അല്ലേ. അപ്പോൾ വലിയ എമൗണ്ടാണ് അവർ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ വലിയ എമൗണ്ട് കിട്ടുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കണം, അതായത് 2,55,000 തിരിച്ചു കൊടുക്കേണ്ടി വരും നമ്മൾ.
അല്ലേ? അത്രയും ഷെയർസ്, ഐ മീൻ അത്ര ഷെയർസാണ് കേട്ടോ. ഷെയർസിൻ്റെ എമൗണ്ട് ആയിട്ടില്ല. എമൗണ്ട് ആണെങ്കിൽ ഇൻറ്റു ആ 10 ചെയ്യണം. ഓക്കെ, അപ്പം ഇത്രയും ഷെയർസാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പം ഈ ഷെയർസിനെ നമുക്ക് അങ്ങോട്ട് വിട്ട് കൊടുക്കാൻ തോന്നൂല അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും, എന്നിട്ട് ബാക്കി വന്നത് റീഫണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത്രയും വലിയ എമൗണ്ട് ആകുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുക. ചെറിയൊക്കെ സാരമില്ലാത്തൊരു എമൗണ്ടൊക്കെ ആണ്. ഇപ്പോൾ 1 lakh ആണല്ലോ ഇവിടെ ഇഷ്യൂ ചെയ്ത ഷെയർസ്. അപ്പം 1,05,000 ഒക്കെ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് 5,000 റീഫണ്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഷെയർസിൻ്റെ അതിപ്രസരമാണല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്ലിക്കൻസ്, അപ്പോൾ ഫസ്റ്റത്തെ നോക്കാം. അപ്ലിക്കൻസ് ഫോർ 5,000 ഷെയർസ് റിസീവ്ഡ് അലോട്ട്മെൻറ്റ് ഇൻ ഫുൾ. അപ്പോൾ കമ്പനി ഇങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് തിരിക്കും. 3 കാറ്റഗറി ആയിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, അപ്ലിക്കൻസ് ഫോർ 5,000 അപ്ലൈ ചെയ്ത ഷെയർസ് ഉണ്ടാവും. അപ്ലിക്കൻസ് ഫോർ 5,000 ഷെയർസ് റിസീവ്ഡ് അലോട്ട്മെൻറ്റ് ഇൻ ഫുൾ. അവർക്ക് ഫുള്ളായിട്ട് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുത്തു. അതായത് ഇങ്ങനെ ഒരുമിച്ചിട്ട് ഇങ്ങനെ എനിക്ക് 5,000 ഷെയർസ് വേണം അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ടായിരിക്കും, അങ്ങനെ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് 5,000 കൊടുത്തു. ചിലവർ ഇങ്ങനെ എനിക്ക് 1,000 മതി അങ്ങനെയൊക്കെ പറയില്ലേ, അപ്പോൾ അവർക്ക് വേറെ അങ്ങനെ. അപ്പോൾ നോക്കാം. ഇനി അപ്ലിക്കൻസ് ഫോർ 30,000 ഷെയർസ് റിസീവ്ഡ് ഓൺ അലോട്ട്മെൻറ്റ് ഫോർ 1 ഷെയർ ഫോർ എവറി 2 അപ്ലൈഡ് ഫോർ. അങ്ങനെയുണ്ട്. ഞാൻ വിചാരിച്ചത് 5,000 ഷെയർസ് മാത്രമേ വലുതെന്ന, പക്ഷെ അങ്ങനെയല്ല. 30,000 ഷെയർസൊക്കെ വേണമെന്ന് പറഞ്ഞ അപ്ലിക്കൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അലോട്ട് ചെയ്തത് എങ്ങനെയാണെന്നറിയോ, 1 ഷെയർ ഫോർ എവറി 2 അപ്ലൈഡ്. അതായത് 2 അപ്ലൈ ചെയ്തവർക്ക് 1 കൊടുത്തു എന്ന്. അപ്പോൾ ഹാഫാണ് കൊടുക്കണത് അല്ലേ. 2 പറഞ്ഞവർക്ക് 1 കൊടുത്തു എന്ന് പറഞ്ഞാൽ ഹാഫ്. അപ്പോൾ 30,000 ഇങ്ങനെ അപ്ലൈ ചെയ്തവർക്ക് 15,000 കൊടുക്കുള്ളൂ അല്ലേ, പകുതിയേ കൊടുക്കുള്ളൂ. മനസ്സിലായോ? അപ്പം നോ മണി വാസ് റിട്ടേൺ ടു ദീസ് അപ്ലിക്കൻസ്. പ്രത്യേകം പറയുന്നുണ്ട്, ഇവർക്കൊന്നും റിട്ടേൺ ചെയ്ത് കൊടുക്കണില്ല. ഇനി ഇതിൽ സർപ്ലസ് വന്നു കഴിഞ്ഞാൽ സർപ്ലസ് ഓൺ അപ്ലിക്കേഷൻ ബീങ് യൂസ്ഡ് ടു റെഡ്യൂസ് ദി എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ്. കണ്ടോ, എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സർപ്ലസ് വന്ന എമൗണ്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അപ്ലിക്കൻസ് ഫോർ 3,20,000 ഷെയർസ് റിസീവ്ഡ് ഓൺ അലോട്ട്മെൻറ്റ് ഓഫ് 1 ഷെയർ ഫോർ എവറി 4 അപ്ലൈഡ് ഫോർ. അപ്പം 3,20,000 ഷെയർസിൻ്റെ അപ്ലിക്കൻസ് ഉണ്ടാവുമല്ലോ, അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 4 ചോദിച്ചവർക്ക് 1 കൊടുത്തോളൂ എന്ന്. അതായത് റിസീവ്ഡ് ഓൺ അലോട്ട്മെൻറ്റ് ഓഫ് 1 ഷെയർ ഫോർ എവറി 4 അപ്ലൈഡ്. ഓക്കെ, ഒരൊറ്റ ഷെയറേ കൊടുത്തുള്ളൂ 4 എണ്ണത്തിന്. അപ്പോൾ 3,20,000 ഷെയർസ് വാങ്ങിച്ച പണക്കാരൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ അവരുടെ കാര്യമാണ് പറഞ്ഞത്. അവർക്കാണെങ്കിൽ ഒറ്റയടിക്ക് വാങ്ങിച്ചവർ, അപ്പോൾ അവർക്കാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് പൈസ നമുക്ക് അയച്ചവർ അപ്ലിക്കേഷൻ മണി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് 4 ചോദിച്ചവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ടാവും, 1 കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അതായത് ഈ 3,20,000 ഡിവൈഡഡ് ബൈ 4 ചെയ്തേ, അപ്പോൾ നമുക്ക് 8 ആണല്ലേ കിട്ടുക. അപ്പോൾ ഇവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ടാവുക, 80,000 കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 4 ഭാഗമാക്കിയിട്ട് അതിൽ 1 ഭാഗം കൊടുത്തിട്ടുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ദ മണി ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ് വാസ് റീറ്റെയിൻഡ് ബൈ ദ കമ്പനി ആൻഡ് ദ എക്സസ് ബീങ് റിട്ടേൺ ടു ദ അപ്ലിക്കൻറ്റ്. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇനി അലോട്ട്മെൻറ്റിൽ കുറച്ച് മണി ഡ്യൂ ആയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് നമ്മൾ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി നമുക്ക് കിട്ടി. എന്നിട്ടും എക്സസ് വരും, കാരണം ഇത്രയും വലുതാണല്ലോ, 3,20,000 അല്ലേ. അപ്പോഴും എക്സസ് വരുന്നത് മാത്രം നമ്മൾ എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്ത് കൊടുക്കും. അതായത് അലോട്ട്മെൻറ്റിലേക്ക് ഫുൾ എമൗണ്ട് നമ്മൾ അലോട്ട്മെൻറ്റിൽ ഡ്യൂ ആയിട്ടുള്ള ഫുൾ എമൗണ്ടിലേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റഡ് ഈസ് ഈക്വൽ ടു അലോട്ട്മെൻറ്റ്. ഓക്കെ, ഫുൾ എമൗണ്ട് എന്നിട്ടും ബാക്കി വരുന്നു, അത് നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെയാണ് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നത്. കൈ കിട്ടിയത് ഒരിക്കലും കമ്പനി തിരിച്ചു കൊടുക്കുമോ? എത്രത്തോളം കമ്പനിക്ക് പൈസ കിട്ടുന്നുവോ അത്രത്തോളം കമ്പനിക്ക് വേഗം കാര്യങ്ങൾ ചെയ്യാം. അപ്പം അതുകൊണ്ട് കിട്ടിയ പൈസ തിരിച്ചു കൊടുക്കണ ഇടപാടില്ല. ഓക്കെ, ഇനി ദ മണി ഡ്യൂ ഓൺ ഫൈനൽ കോൾ വാസ് റിസീവ്ഡ് ഓൺ ദ ഡ്യൂ ഡേറ്റ്. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, 3 കാറ്റഗറി ഓഫ് ഷെയർസിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്, അലോട്ട്മെൻറ്റിനെ പറ്റിയിട്ട്. പിന്നെ ലാസ്റ്റിലി ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ ഫൈനൽ കോളിൽ മണി ഡ്യൂ ആയിട്ടുള്ളവരുടെ ഒക്കെ നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ മറ്റേ പേജിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ ഞാൻ ആ എൻട്രി എഴുതി വെച്ചതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ വർക്കിംഗ് നോട്ടൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഈ ഒരു എൻട്രിയിലേക്ക് തിരിച്ചു വരാം. ഈ വർക്കിംഗ് നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടിയെന്നാണ് അർത്ഥം. വളരെ സിമ്പിളാണ്. നോക്കിയേ,
കാൽക്കുലേഷൻ ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് റീഫണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എത്രത്തോളം നേരത്തോടെ പൈസ കിട്ടണോ അത്രത്തോളം അവർക്ക് കാര്യങ്ങൾ കൂടുതൽ കമ്പനിക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് മാക്സിമം അവർ റീഫണ്ട് ചെയ്യാതെ നോക്കും. അതാണ് നമ്മൾ അലോട്ട്മെൻറ്റിലേക്കൊക്കെ ഫുള്ളായിട്ട് അലോട്ട്മെൻറ്റൊക്കെ ആദ്യമേ മേടിക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് 5000 ഷെയർ പറഞ്ഞവർക്ക് 5000 കൊടുത്തു. പിന്നെ 30,000 പറഞ്ഞവർക്ക് അതിൻ്റെ പകുതിയെ കൊടുത്തുള്ളൂ, 15,000 കൊടുത്തുള്ളൂ. പിന്നെ 3,20,000 പറഞ്ഞവർക്ക് അതിൻ്റെ ഒരു ഭാഗമേ കൊടുത്തുള്ളൂ, 1/4 ഭാഗം എന്ന് വെച്ചാൽ 80,000 കൊടുത്തിട്ടുള്ളൂ. അതായത് 8 × 4 ആണല്ലോ 32. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ 8 80,000 കൊടുത്തിട്ടുള്ളൂ. അപ്പം ഈ മണിയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അതിൽ രണ്ടാമത്തതിൽ നമുക്ക് എക്സസ് ആയിട്ടൊരു 30,000 രൂപ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഡയറക്റ്റ്ലി അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും 75,000 രൂപയാണ്. അപ്പം 30 ജസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി റീറ്റെയിൻ ചെയ്ത് വെച്ചു എന്നുള്ളൂ. ഓക്കെ, റീറ്റേൺ ചെയ്തിട്ട് വെച്ചു. അപ്പോൾ ബാക്കി 30 കഴിച്ച് കഴിഞ്ഞാൽ ഇനി ബാക്കി ഒരു 55 ഇനി അയാൾ ഡ്യൂ ആവണ സമയത്ത് തരേണ്ടി വരും. ഇനി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സിനാരിയോ എടുക്കുകയാണെങ്കിൽ അവിടെ ബാക്കി വന്ന എമൗണ്ട് ഫുള്ളും നമ്മൾ അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. അലോട്ട്മെൻറ്റ് എമൗണ്ട് ഈസ് ഈക്വൽ ടു എക്സസ് വന്ന അപ്ലിക്കേഷൻ മണി. എന്നിട്ടും അപ്ലിക്കേഷൻ മണിയിൽ ബാക്കിയുണ്ടെന്ന് അത് നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കും. അത് നമുക്ക് ഇനി ഫസ്റ്റ് കോൾ മണി എന്നൊന്നും പറഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാർ വിചാരിക്കും എന്ത് കമ്പനിയാണ് ഇത് എന്ന് വിചാരിക്കും അല്ലേ. അത്രയും ഫിനാൻസ് ഇല്ലാത്തവരാണോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ. അലോട്ട്മെൻറ്റിലേക്ക് ഞാൻ സഹിച്ചു എൻ്റെ പൈസ തിരിച്ചു തരാണ്ട്, ഇനി കോൾസിന് അഡ്വാൻസ് ആക്കിയിട്ട് എടുക്കാൻ പോവാ എന്ന് വിചാരിക്കും. ചിലർ ചെയ്യും കേട്ടോ, അത് കോൾസിന് അഡ്വാൻസിലേക്കും ബാക്കി അഡ്ജസ്റ്റ് ചെയ്യും അത്രയും പൈസ ഉള്ളവരാണെങ്കിൽ. പക്ഷേ ചിലവർക്ക് അത് റീഫണ്ട് ചെയ്ത് കൊടുക്കും. അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കമ്പനി വിചാരിക്കുന്ന പോലെ ഡിസൈഡ് ചെയ്യുന്ന പോലെ ചെയ്യുക. ഇപ്പോൾ 3 രീതിയിൽ കൊടുക്കാനാണ് ഇപ്പോൾ കമ്പനി ഡിസൈഡ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ചെയ്യും. അപ്പോൾ നമ്മളാണല്ലോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അപ്പോൾ നമ്മളത് ചെയ്ത് കാണിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് റീഫണ്ടൊക്കെ നോക്കാം. അപ്പോൾ കാറ്റഗറി 1, 2, 3 എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 5000 അപ്ലൈ ചെയ്തവർക്ക് നമ്മൾ അലോട്ട് ചെയ്യുക എന്തായിരിക്കും, അലോട്ട് ചെയ്യുക 5000 തന്നെ ആയിരിക്കും. പിന്നെ 30,000 നമ്മളോട് ആവശ്യപ്പെട്ട അപ്ലിക്കേഷൻ തന്നവർക്ക് 15,000 ആയിരിക്കും അലോട്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നാണ്. പിന്നെ 3,20,000 അലോട്ട് ചെയ്തവർക്ക് അതിൽ 1/4 കൊടുക്കും അല്ലേ, അതായത് 80,000 കൊടുക്കും അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി അപ്ലിക്കേഷൻ മണി എത്ര റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കും നമുക്ക്. ശരിക്കും കയ്യിൽ കിട്ടിയ അപ്ലിക്കേഷൻ മണി എത്ര ആയിരിക്കും, 5000 × 2 അല്ലേ. അപ്ലിക്കേഷൻ 2 ആണല്ലേ മണി. അപ്പോൾ ശരിക്കും കിട്ടിയത്, അതായത് എ കണ്ടോ, ഞാൻ മേലെ എ എന്ന് എഴുതിയിരിക്കണം, A, B എന്ന് എഴുതിയിരിക്കണം. അപ്പോൾ A × 2 ചെയ്താൽ മതി. ഓക്കെ, 5000 × 2 അത് 10,000. പിന്നെ ശരിക്കും കയ്യിൽ കിട്ടിയത് ഓക്കെ 30,000 × 2 ചെയ്ത 60,000, 3,20,000 × 2 ചെയ്ത 6,40,000. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ അതിൽ നിന്ന് എത്ര ഇതായിരിക്കും ഷെയർ ക്യാപിറ്റലിലേക്ക്, എത്ര അപ്ലിക്കേഷൻ മണി ആയിരിക്കും ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അലോട്ട് ചെയ്ത് കൊടുക്കുക, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, ട്രാൻസ്ഫർ ടു ദ ഷെയർ ക്യാപിറ്റൽ. അത് ഈ പറഞ്ഞ പോലെ 5000 പറഞ്ഞവർക്ക് നമ്മൾ 5000 കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ 10,000 അപ്ലിക്കേഷൻ മണി തന്നവർക്ക് 10,000 തന്നെ ട്രാൻസ്ഫർ ചെയ്യും. നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് അർത്ഥം. പിന്നെ അലോട്ട് ചെയ്തു എന്നാണ്. കാറ്റഗറി 2 കൊടുത്തു, അതിൽ 30,000 അപ്ലിക്കൻസിനെ നമ്മൾ × 2 കൊടുത്തപ്പോൾ ശരിക്കും 60,000 രൂപ അവർ നമ്മളെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ബാങ്കിലേക്ക് അവർ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെന്താ പറഞ്ഞത്, അതിൻ്റെ പകുതിയെ നമ്മൾ സ്വീകരിക്കുള്ളൂ എന്നാണ് പറഞ്ഞതല്ലേ. അതായത് നമ്മൾ ട്രാൻസ്ഫർ ടു ദ ഷെയർ ക്യാപിറ്റൽ 30,000 എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ പകുതി 60ൻ്റെ പകുതി എത്ര, 30,000. ഓക്കെ, അതായത് അതെ 60ൻ്റെ പകുതി 30,000. ഇനിയും ഈ 60-ൽ 30,000 ബാക്കിയല്ലേ, അതാണ് എക്സസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആ എക്സസ് മണി നമ്മൾ അലോട്ട്മെൻറ്റ് ഡ്യൂയിലേക്ക് റീറ്റെയിൻ ചെയ്ത് വെക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ അലോട്ട്മെൻറ്റ് മണി എത്രയായിരിക്കും ശരിക്കും പറഞ്ഞാൽ, ഒരാൾ നമുക്ക് 15,000 ആയിരിക്കും നമ്മൾ ശരിക്കും അലോട്ട് ചെയ്യുക. B എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ, അതാണ് ശരിക്കും അലോട്ട് ചെയ്യുന്ന ഷെയർസ്. ഓക്കെ, 15,000. അപ്പോൾ 15,000 × അലോട്ട്മെൻ്റ് ആയിട്ടുള്ള 5, അലോട്ട്മെൻറ്റ് മണി 5 അല്ലേ ഇൻക്ലൂഡിങ് ദ പ്രീമിയം. അപ്പോൾ അത് ചെയ്യുമ്പോൾ ശരിക്കും 75,000 രൂപയാണ് അലോട്ട്മെൻറ്റിലേക്ക് മാത്രം വരേണ്ടത്. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് 30,000 എടുക്കാണ്ട് 15,000 എടുത്തതെന്ന്. 15,000 ആണ് ശരിക്കുള്ള ഷെയർ. മറ്റേത് 30,000 അവർ ഇഷ്ടത്തിന് ഇട്ടതാണ്, പക്ഷെ നമ്മൾ കമ്പനി അലോ ചെയ്യുന്നത് 15,000 ആണ്. അതാണ് ഷെയർസ്, 15,000 ഷെയർസ്. അപ്പോൾ അതിന് × 5 ചെയ്യുമ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 75,000 ആണ് കൊടുക്കേണ്ടത്, കിട്ടേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഷെയർ ഹോൾഡർ നമുക്ക് കൊടുക്കേണ്ടത്.
ബാക്കി നമുക്ക് തരേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ റീറ്റെയിൻ ചെയ്ത് വെച്ചപ്പോൾ എക്സസ് വന്നത് 30,000 അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി ബാക്കി എത്ര അയാൾ നമുക്ക് അലോട്ട്മെൻറ്റിൻ്റെ ഓൺ അക്കൗണ്ട് ഓഫ് അലോട്ട്മെൻറ്റ് എത്ര തന്നാൽ മതി? ആകെപ്പാട് ഒരു 55 തന്നാൽ മതി അല്ലേ. 30,000 ഓൾറെഡി കിട്ടി 75. അപ്പോൾ ബാക്കി 55 തന്നാൽ മതി. അപ്പോൾ അവിടെ റീഫണ്ട് വല്ലതും കൊടുക്കുന്നുണ്ടോ? നില്ലാണ് റീഫണ്ട്. അപ്പം ഈ ഒരു കോളം എന്താ? എമൗണ്ട് അഡ്ജസ്റ്റഡ് ഓൺ അലോട്ട്മെൻറ്റ്. ഓക്കെ, സെറ്റല്ലേ. ഇനി നെക്സ്റ്റ് ആണ് കാറ്റ് 4 നോക്കൂ. അതിൽ 3,20,000 അപ്ലൈ ചെയ്തവർക്ക്, അത്രയും ഷെയർ അപ്ലൈ ചെയ്തവർക്ക് നമ്മൾ അലോട്ട് ചെയ്യുക 80 ഉള്ളൂ അല്ലേ. അപ്പം 80 ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ 80 അലോട്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മളുടെ അപ്ലിക്കേഷൻ മണി എത്രയായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിരിക്കും ഷെയർ ക്യാപിറ്റലിലേക്ക്. അവിടെ നമ്മൾ എഴുതിയിട്ടില്ലേ, അപ്ലിക്കേഷൻ മണി നമുക്ക് റിസീവ് ചെയ്തത് 6,40,000 ആണ്. അപ്പോൾ 6,40,000 എത്ര ആയിരിക്കും? നമ്മൾ 1/4 ആണല്ലോ എടുക്കുക. അതായത് ഇൻറ്റു 1/4 ചെയ്താൽ മതി. 640 ഇൻറ്റു 1/4 ചെയ്താൽ 16 ആണ് കിട്ടുക. അതായത് 1,60,000 രൂപയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ 2 കോളം എന്ന് പറഞ്ഞാൽ ഷെയർസിൻ്റെ കോളാണ്. പിന്നത്തെ 2 കോളം എന്ന് പറഞ്ഞാൽ ഈ ഷെയർ മണിയിലുമായി ഇൻറ്റു ചെയ്താൽ കിട്ടുന്നത്. ഐ റിപ്പീറ്റ്, ഈ ഷെയർ മണിയുമായിട്ട് ഇൻറ്റു ചെയ്താൽ കിട്ടുന്നത്. ഓക്കെ അല്ലേ. ഇനി അതിൽ 1.60 നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇനി എക്സസ് എത്ര ഉണ്ട്? ബാക്കി എക്സസ് കുറേ ഉണ്ട് അല്ലേ. 64 16 പോയാൽ 48 ബാക്കിയുണ്ട്. ആ എക്സസ് നമ്മൾ അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ശരിക്കും അലോട്ട്മെൻറ്റ് എത്രയേ വേണ്ടു? ഷെയർസ് നോക്ക്, ശരിക്കുള്ള ഷെയർസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷെയർസ് 80,000 ആണ്. 80,000 ഇൻറ്റു 5 ചെയ്താൽ സിമ്പിളാണ്, നമുക്ക് കിട്ടുക 4 അപ്പം 40 ആണ്. അപ്പം 4 ലക്ഷം എന്നാണ് ആൻസർ വരിക അലോട്ട്മെൻറ്റ് മണി. അപ്പം ആ അലോട്ട്മെൻറ്റ് മണിയിലേക്ക് 4,80,000 എക്സസ് കയ്യിലുണ്ടല്ലേ, ആ 4 ലക്ഷം അവിടെ കൊടുത്തിട്ട് ബാക്കി 80,000 റീഫണ്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ മെക്കാനിസം. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ടോട്ടൽ നമുക്കറിയണം. നമ്മളോട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടല്ലല്ലോ എൻട്രി എഴുതാൻ പറയാം, നമ്മളോട് ടോട്ടലായിട്ടാണ് എൻട്രി എഴുതാൻ പറയാം. പക്ഷേ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ ഉണ്ട്, അതാണ് മെയിൻ. സെപ്പറേറ്റ് ആണ് മെയിൻ, പക്ഷേ ഇതൊക്കെ ആഡ് ചെയ്തതായിരിക്കും നമ്മൾ എൻട്രിയിൽ കാണിക്കേണ്ടത്. അപ്പം അപ്ലിക്കേഷൻ ശരിക്കും എത്ര അപ്ലിക്കേഷൻ ഓഫ് ഷെയർസ് ഉണ്ട്? അത് ക്വസ്റ്റ്യനിൽ തന്ന പോലെ 3,55,000 ഉണ്ട്. ഇനി ബിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര അലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? 1 ലക്ഷം ഷെയർസാണ് അല്ലേ അലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീണ്ടും കമ്പനി ഇഷ്യൂ ചെയ്തു 1 ലക്ഷം ഷെയർസ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. പക്ഷേ ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിട്ട് നമുക്ക് ശരിക്കും സബ്സ്ക്രൈബ് ചെയ്തത് 3,55. അതാണ് ഈ ആപ്ലിക്കേഷനിൽ വന്ന ഷെയർസ്. എ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്, ബി എന്ന് പറഞ്ഞ് കൊടുത്തത് നമ്മൾ അലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷെയർസ് ഉണ്ടോ. അതാണ് അക്കൗണ്ട്സിൻ്റെ മാജിക്ക്. കണ്ടോ, 1 lakh തന്നെ ആക്കി മാറ്റി നമ്മൾ. ഇനി ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തത് എത്രയാണെന്നുള്ളത് നോക്കാം. 7/10 നമുക്ക് റിസീവ് ചെയ്തത് 7,10,000. പക്ഷെ ശരിക്കും നമ്മൾക്ക് എടുക്കാൻ പാടുള്ളത് എത്രയാണ്? ട്രാൻസ്ഫർ ടു ഷെയർ ക്യാപിറ്റൽ 2 ലക്ഷം പാടുള്ളൂ, 2 lakh പാടുള്ളൂ. ഓക്കെ, ഇനി എക്സസ് അപ്പം 7,10,000 2 എടുത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കി 5/10 ഉണ്ടല്ലേ, അതാണ് എക്സസ് ആയിട്ട് വന്നിട്ടുണ്ടാവുക. ആ എക്സസിൽ നിന്ന് നമ്മൾ ഈ അലോട്ട്മെൻറ്റിലേക്ക് 4,30 അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അലോട്ട്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്നിച്ചാണ് എഴുതേണ്ടത്. 4,30,000 എന്ന് പറഞ്ഞിട്ടാണ് എൻട്രിയിൽ എഴുതേണ്ടത്. പിന്നെ റീഫണ്ട് ചെയ്തത് എത്രയാണ്? 5/10 4,30 പോയാൽ ബാക്കി 80 റീഫണ്ട് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, എൻട്രി എഴുതുമ്പോൾ നമ്മൾ ഒന്നിച്ചാണ് എഴുതുക, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. എത്ര കോളം ഉണ്ട്? 8 കോളംസ് ആണുള്ളത്. 1 കാറ്റഗറി, 2 ആപ്ലിക്കേഷൻ, 3 അലോട്ട്മെൻറ്റ്, പിന്നെ ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്, ട്രാൻസ്ഫർ ടു ഷെയർ ക്യാപിറ്റൽ, എക്സസ്, പിന്നെ എമൗണ്ട് അഡ്ജസ്റ്റഡ്, പിന്നെ റീഫണ്ട്. അക്കൗണ്ട്സ് ഒക്കെ പോളി സബ്ജക്റ്റാണ് മോനെ. ബൈ ഹാർട്ടൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഫസ്റ്റത്തെ 2 കോളം എന്ന് പറഞ്ഞാൽ കാറ്റഗറി അല്ല, അതല്ലാത്ത 2 കോളം എന്ന് പറഞ്ഞാൽ ഷെയർസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നത്തെ 2 കോളം എന്ന് പറഞ്ഞാൽ ഷെയർസിനെ മണി രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ എക്സസ് എത്രയാണെന്ന് നോക്കുക. പിന്നത്തെ 2 കോളം എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷനിലേക്കും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന കോളാണ്. പിന്നെ റീഫണ്ട് കോളം. നമുക്ക് ജേർണൽ എൻട്രീസ് നോക്കാമല്ലേ. കണ്ടോ, ജേർണൽ ഓഫ് GHP ലിമിറ്റഡ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതുക. പിന്നെ 5 കോളാണല്ലേ ജേർണലിന് വേണ്ടത്. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, LF, ലെഡ്ജർ, ഫോളിയോ ആൻഡ് എമൗണ്ട്. എന്നിട്ട് അതിന് ശേഷം ഡേറ്റ് എപ്പോഴും ഇങ്ങനെ ഇടുക, ഇയർ ഇടുക, പിന്നെ ആ ഒരു മന്ത്, പിന്നെ ആ ഒരു ഡേറ്റ്, അങ്ങനെ ഇടുക. ഒരേ മന്തിലെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1, 10, 10 അങ്ങനെയൊക്കെ ഇട്ടാൽ മതി. ഒരേ ഇയറിലാണെങ്കിലും പിന്നെ ഇയർ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഐശ്വര്യമായിട്ട് എൻട്രി എഴുതിക്കോളൂ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ.
അപ്പോൾ ബാങ്കിലോട്ട് എത്ര മണി വന്നു, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് എത്ര മണി വന്നു എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ 2 കോളം ഷെയർസിനെ പറ്റിയിട്ട്, പിന്നത്തെ 2 കോളം ഷെയർസിനെ മണിയിലേക്ക് കൺവേർട്ട് ചെയ്തതിനെ പറ്റിയിട്ടാണ് വർക്കിംഗ് നോട്ടിൽ കൊടുത്തത്. പിന്നത്തെ 2 കോളം ഷെയർസിനെ മണിയിലേക്ക് കൺവേർട്ട് ചെയ്തത്. അപ്പം ഇവർ തന്ന ഷെയർസിനല്ലോ, സബ്സ്ക്രൈബ് ചെയ്ത ഷെയർസിനെ മണിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് 710 കിട്ടിയിരുന്നു അവിടെ. അപ്പോൾ അത് തന്നെ ഇവിടെ എഴുതുക 7,10,000. അപ്പം ബാങ്കിലേക്ക് വന്നു. പിന്നെ ഇതെന്താ, പ്രിഫറൻസ് ഷെയർ ആപ്ലിക്കേഷനാണോ കിട്ടിയത്? അല്ല, ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷനാണ്. അപ്പം പ്രിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും ഇക്വിറ്റി എന്നാണെങ്കിൽ ഇക്വിറ്റി എന്തായാലും എഴുതണം എന്നുള്ളത് നിർബന്ധമാണ്. ടു ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ ബീങ് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഓൺ 3,50,000 ഷെയർ അറ്റ് ₹2 പെർ ഷെയർ. അപ്പോൾ ബീങ് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഓൺ എത്ര ഷെയർസ് എന്ന് പറഞ്ഞാൽ എത്ര ഷെയർസ് ആണോ അതിൻ്റെ മുമ്പിലൊക്കെ ഓൺ വെക്കുക. പിന്നെ എത്ര റുപ്പീസിനാണോ അതിൻ്റെ മുന്നിലൊക്കെ അറ്റ് വെക്കുക. പിന്നെ അവസാനത്തിലൊരു പെർ ഷെയറും വെക്കുക. അത്രേ ഉള്ളൂ സാധനം. എല്ലാത്തിൻ്റെ മുമ്പിലൊരു ബീയിങ്ങും വെക്കുക. അതാണ് അക്കൗണ്ട്സ് കഴിഞ്ഞ് കത്തിക്കുക. എന്തുകൊണ്ടാണ് ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എഡാ ക്ലിക്ക് റൂള് വെച്ചിട്ടാണ്. അതായത് എക്സ്പെൻസും എസെറ്റും കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റാണ് ചെയ്യേണ്ടത് എഡാ പ്രകാരം. അപ്പോൾ ഇവിടെ എസെറ്റായിട്ടുള്ള ബാങ്ക് കൂടുമ്പോൾ ഡെബിറ്റാണ് ചെയ്യേണ്ടത്. ക്ലിക്കിൽ എന്താ ക്യാപിറ്റൽ, ലയബിലിറ്റി, ഇൻകം ഒക്കെ കൂടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ, CLIC ഇല്ല അവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജൂലൈ 10 ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു, ഇനി ഈ ഷെയർ കിട്ടിയ മണി ഉണ്ടാവുമല്ലോ, ഈ മണീനെ ഷെയർ ക്യാപിറ്റലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷനെ ഡെബിറ്റ് ചെയ്യുക അല്ലേ, എന്നിട്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ നിന്ന് ചെയ്യുക. അപ്പോഴാണ് ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇവിടെ അക്കൗണ്ട്സിൻ്റെ ഒരു മാജിക് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ 2 എൻട്രീസും നോക്കിക്കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഇനി അതേ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നെ ഡെബിറ്റ് സൈഡിലും രണ്ടാമത്തെ എൻട്രിയിൽ വന്നൂല്ലേ. അപ്പം ഡെബിറ്റും ക്രെഡിറ്റും വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ അവസാനത്തെ എഫക്റ്റ് എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നുള്ളൊരു എഫക്റ്റാണ് വരുന്നത്. കണ്ടോ, ബാങ്കിലത്തെ പൈസ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് പോയി എന്നാണ്. സോ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ആൻഡ് ദ ലോജിക് ബിഹൈൻഡ് ദിസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് ടു ബാങ്ക്. നമ്മൾ പറഞ്ഞില്ലേ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 lakh നമ്മൾക്ക് എടുക്കാൻ പാടുള്ളൂ. ആ ടോട്ടലിൽ നമ്മൾ എഴുതിയില്ലേ. പിന്നെ ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് 430 കൂടെ 430 നമുക്ക് അലോട്ട്മെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തൂല്ലേ നമ്മൾ. ഓക്കെ, അപ്പോൾ അലോട്ട്മെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ ആ ഷെയർ അലോട്ട്മെൻറ്റിന് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. പിന്നെ ബാക്കി ബാങ്ക് കുറയ്ക്കണം. 80,000 റീഫണ്ടും ചെയ്തൂല്ലേ. അപ്പോൾ അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ടു ഷെയർ ക്യാപിറ്റൽ ഷെയർ അലോട്ട്മെൻറ്റ് ആൻഡ് എക്സസ് റീഫണ്ട്. ആ ഡേറ്റും കണ്ടോ, ഷെയർ അപ്ലിക്കേഷനെ ഷെയർ ക്യാപിറ്റലാക്കി ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റും ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റിനെ ഡ്യൂ ആക്കുന്ന ഡേറ്റും സെയിം ആണ്, ജൂലൈ 10 അങ്ങനെ ആയിരിക്കും. ഇത് എല്ലാ ഷെയർ അപ്ലിക്കേഷനെയും നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ടൻറ്റിനെ കൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഷെയർ അലോട്ട്മെൻറ്റിലേക്കൊക്കെ ഡ്യൂ ചെയ്യിപ്പിക്കും. അപ്പോൾ അക്കൗണ്ടൻ്റ് ഇങ്ങനെ ഡ്യൂ ചെയ്യുമ്പോൾ കോൾ ചെയ്യില്ലേ, അപ്പോൾ ഇങ്ങനെ പറയും, ഹലോ സർ, കുഡ് യു പ്ലീസ് പേ ദ അലോട്ട്മെൻറ്റ് മണി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ അവർ യുവർ അലോട്ട്മെൻറ്റ് ഈസ് ഡ്യൂ റൈറ്റ് നൗ ആൻഡ് ഇഫ് യു ആർ ഏബിൾ ടു പേ ടുഡേ യു ക്യാൻ പേ ടുഡേ ഇറ്റ്സെൽഫ്, അതർവൈസ് യു ഹാവ് ദിസ് മച്ച് ടൈം ടു പേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പോൾ അങ്ങനെ ഇനി അത് കഴിഞ്ഞിട്ട് ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു അല്ലേ, എന്നിട്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി. അത് എത്ര? 1 lakh. പിന്നെ ടു സെക്യൂരിറ്റീസ് പ്രീമിയം അവിടെ ഉണ്ടല്ലേ 4 lakh. അപ്പോൾ ഇതൊക്കെ അതേപോലെ തന്നെ ചെയ്യാം. ബീങ് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ഓൺ 1 lakh ഇക്വിറ്റി ഷെയർസ് അറ്റ് ₹5 ഇൻക്ലൂഡിങ് പ്രീമിയം. അപ്പോൾ ഡ്യൂ ചെയ്യുമ്പോൾ അതേ എൻട്രി തന്നെ, എന്താണോ ടോട്ടലി ചെയ്യേണ്ടത് അത് തന്നെ. പക്ഷേ ഇത് റിസീവ് ചെയ്യുന്ന സമയത്താണ് നേരത്തെ നമ്മൾ 430 കിട്ടിയ പോലെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ഓൾറെഡി കിട്ടി. അപ്പോൾ അത് ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അലോട്ട്മെൻറ്റിലേക്ക്. അപ്പോൾ ആ എൻട്രി ഇവിടെ ഞാൻ ഈ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 70,000 കാണിക്കുള്ളൂ. കാരണം 430 നമുക്ക് ഓൾറെഡി കിട്ടിയില്ലേ, 5 ശരിക്കും കിട്ടേണ്ടത്. അപ്പോൾ അതിൽ 430 ഓൾറെഡി കിട്ടി. അപ്പോൾ ബാക്കി 70 നമ്മൾ വീണ്ടും കിട്ടി എന്നുള്ള രീതിയിൽ കാണിക്കണം. ബീങ് അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ്, അല്ലെങ്കിൽ മണി റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് അലോട്ട്മെൻറ്റ്. ഇനി ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഷെയർ ഫൈനൽ കോൾ മണി ഡ്യൂ ഓൺ 1 lakh ഷെയർ അറ്റ് 7 per ഷെയർ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പെർ ഷെയർ ലാസ്റ്റ് വേണം, ബീങ് ഫസ്റ്റ് വേണം, അറ്റ് 7 rupees. അതേപോലെ തന്നെ ഓൺ എത്ര ഷെയർസ്. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ മണി റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഫൈനൽ കോൾ. അത്രേ ഉള്ളൂ സംഭവം. കണ്ടോ, എൻട്രീസ് എല്ലാതും കഴിഞ്ഞു. കണ്ടോ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പം 8 വർക്കിംഗ് കോളം ചെയ്യുക,
എന്നിട്ട് ഇതുപോലെ ഫൈനലി എല്ലാതും ഒന്ന് ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്. ഇഫ് ഇറ്റ് ഫൈൻഡ്സ് യൂസ്ഫുൾ, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ വീഡിയോ. ഐ വിൽ ക്യാച്ച് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.